നേട്ടങ്ങളുടെ ഒരു അഭിമാന പർവ്വം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു 34 വർഷക്കാലത്തിൽ. അതിനിടയ്ക്ക് അവിടെയും ഇവിടെയും ചെറിയ തെറ്റുകുറ്റങ്ങളും ബോധപൂർവമല്ലാതെ സംഭവിച്ചു പോയിട്ടുണ്ട്. മലയാളി അല്ലാത്ത ഒരാൾ വന്നാൽ ഇത് ബംഗാളിൽ നിന്ന് വന്നതാണ് എന്നിട്ടുടനെ പറയും ഇത് അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു മറ്റേത്. അതൊക്കെ കെട്ടുകഥകളാണ്. ജില്ലാ സെക്രട്ടറിമാരും തൊഴിൽ തേടി മുൻ ജില്ലാ സെക്രട്ടറിമാർ കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രചരണം നടക്കുമ്പോൾ എന്തായിരുന്നു അവകാശവാദം? ഞങ്ങൾ ടീം UDF ആണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അത് കേൾക്കുന്നവർക്ക് അന്ന് തന്നെ അറിയായിരുന്നു ഈ ഒറ്റക്കെട്ടെന്ന് പറയുന്ന ആ കെട്ടപ്പഴ പൊട്ടുക എന്നുള്ളത്. ആ കെട്ട് പൊട്ടി. ഇതാദ്യമായിട്ട് നാം ഇപ്പോൾ ഉള്ളത് ബംഗാളിലെ മുസഫർ അഹമ്മദ് ഭവനാണ്, CPM-ൻ്റെ ആസ്ഥാനം. നമ്മുടെ ഒപ്പമുള്ളത് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബിബിയാണ്. കോമ്രേഡ്, വർഷങ്ങളായിട്ട് വലിയ ഒരു മഹത്തരമായ ഒരു കെട്ടിടമാണിത്. കാര്യം ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കമുള്ളവർ ഇവിടെ വന്നതിന് ശേഷമായിരുന്നു അസംബ്ലിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസവും അങ്ങ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ CPM-ൻ്റെ ജനങ്ങൾ ഇപ്പോൾ 15 വർഷമായി അധികാരത്തിന് പുറത്താണ്. കഴിഞ്ഞ നിയമസഭയിലാണെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ക്ഷമ ചോദിച്ചതിന് ശേഷം കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് വളച്ചൊടിച്ചിട്ടാണ്. ആ അഭ്യൂഹം പൂർണ്ണരൂപത്തിൽ കാണുന്നവർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ളത് വ്യക്തമാവും. കൂട്ടത്തിൽ പറയട്ടെ, ജ്യോതിബാസും ബുദ്ധദേവ് ഭട്ടാചാര്യയും മാത്രമല്ല, സഖാവ് പ്രമോദ് ദാസ് ഗുപ്ത, അതുല്യനായ പാർട്ടി സംഘാടകൻ, CPIM-ൻ്റെ രൂപീകരണം മുതൽ അതിൻ്റെ പോളിറ്റ് ബ്യൂറോയിലുണ്ടായിരുന്ന, പശ്ചിമ ബംഗാളിൻ്റെ സെക്രട്ടറി ആയിരുന്ന സഖാവ് ഇവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഈ സ്ഥലമാണ്. ഞാൻ വിശദീകരിച്ചതിലേക്ക് വന്നാൽ 34 വർഷം ഇടതുപക്ഷ പ്രസ്ഥാനം, ഇടതു മുന്നണി, ഭൂപരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത വമ്പിച്ച കുതിച്ച് ചാട്ടം കാർഷിക ഉൽപ്പാദനത്തിൽ. അത് 3 ദിവസം മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു സ്കോളർ എഴുതിയ ലേഖനത്തിനകത്ത് അത് പരാമർശിക്കുന്നു. അപ്പോൾ അങ്ങനെ നേട്ടങ്ങളുടെ ഒരു അഭിമാന പർവ്വം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു 34 വർഷക്കാലത്തിൽ. അതിനിടയ്ക്ക് അവിടെയും ഇവിടെയും ചെറിയ തെറ്റുകുറ്റങ്ങളും ബോധപൂർവമല്ലാതെ സംഭവിച്ചു പോയിട്ടുണ്ട്. വ്യവസായവൽക്കരണമാണ് ബംഗാളിൻ്റെ അടുത്ത ഘട്ടം. ആ വ്യവസായവൽക്കരണത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില പോരായ്മകൾ, അത്തരം പോരായ്മകൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതിനെ പഴയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് ആളുകൾ ശ്രദ്ധിക്കാനും ചർച്ചയാകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നേട്ടങ്ങൾക്കിടയിൽ ചില പോരായ്മകൾ. അപ്പോൾ അങ്ങനെ ക്ഷമ ചോദിച്ചില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അന്ന് പറ്റിയ ചില പോരായ്മകൾക്കും വീഴ്ചകൾക്കും ഞങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് ജനങ്ങളോട് ഇതാദ്യമായിട്ടല്ല. ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് എവിടുന്നാണ്, നേരത്തെ തന്നെ പാർട്ടി കണ്ടതാണ്. രാഷ്ട്രീയമായും സംഘടനാപരമായും ഭരണപരമായും ഒക്കെ ചില പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട്. ആ പോരായ്മകൾ സംഭവിക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഒപ്പം ലെനിൻ്റെ കാലം മുതൽ സൂചിപ്പിക്കാറുള്ളതാണ്. നേട്ടങ്ങൾ മാത്രമല്ല, EMS എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ശരി ചെയ്യുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റുന്നത് ഞങ്ങൾ തുറന്നു പറയും. എന്നാൽ തെറ്റുകൾ മാത്രം ചെയ്യുന്നവർ ഞങ്ങൾക്ക് പറ്റിയ ഈ ചില ചെറിയ തെറ്റുകളെക്കുറിച്ചോ മറ്റോ ഞങ്ങൾ നടത്തുന്ന കുറ്റസമ്മതത്തെ അതിനെ മാത്രം പെരുപ്പിച്ച് പറയും. EMS-ൻ്റെ എത്രയോ പ്രസംഗങ്ങൾ ഞാൻ താഴെ അന്ന് കസേരയൊന്നും ഇട്ടിട്ടല്ല, നിലത്ത് പോയിരുന്ന് കേട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഓരോ യോഗത്തിലും EMS പറയാറുള്ളതാണ്. അപ്പം ലെനിനും EMS-ഉം എല്ലാം പറഞ്ഞു പോന്നിട്ടുള്ള ആ സമീപനം നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ നേട്ടങ്ങൾക്കിടയ്ക്ക് ബോധപൂർവമല്ലാതെ, ഇംഗ്ലീഷ് ഞാൻ പറയുമ്പോൾ ഇൻഅഡ്വർട്ടൻ്റ്ലി എന്നാണ് പറയുക, ബോധപൂർവമല്ലാതെ ചില പോരായ്മകളോ വീഴ്ചകളോ സംഭവിക്കാം. അതെപ്പോഴും സംഭവിക്കാം. എൻ്റെ പ്രവർത്തനത്തിൽ അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം പാർട്ടിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ശരി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില പോരായ്മകൾ പറ്റാം. ഇതൊരു ഇൻഫാലിബിളായിട്ട് ആരുമില്ല, തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല. അത് സ്റ്റാലിനെ കുറിച്ചുള്ള പ്രമേയത്തിൽ അവിഭക്ത പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇതിനെ പെരുപ്പിച്ചുകൊണ്ടും പാർട്ടിയുടെ സമീപനമാണോ ഈ പറഞ്ഞതെന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുമൊക്കെ ചിലർ ഇടതുപക്ഷ വീക്ഷണത്തിൽ നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്നില്ല. അവർ ലെനിനെ വായിച്ചിട്ടില്ല, EMS-നെ കേട്ടിട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഇന്നലെ ശില്പി എന്ന് പറയുന്ന ഇവിടുത്തെ സ്ഥാനാർത്ഥിയോട് സംസാരിക്കുകയായിരുന്നു. അവർ പറയുകയാണ്, ഒരു 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 50 വർഷം മുമ്പ് വരെ തൊഴിൽ തേടി ബംഗാളിലേക്ക് എത്തുകയാണ് ചെയ്തത്.
മാത്രമല്ല ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ സമയത്തെല്ലാം കേരളത്തിൽ നിന്നടക്കം ആളുകൾ കൽക്കട്ടയിലേക്ക് എത്തുന്നു. നമ്മുടെ സാംബശിവൻ്റെ കഥാപ്രസംഗത്തിലാണ് കൽക്കണ്ടം പോലുള്ള കൽക്കട്ട എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 വർഷമായിട്ടും മമതാ ബാനർജിക്ക് ഈ മൈഗ്രൻ്റ് ലേബർ കേരളത്തിലടക്കം പോകുന്നതിനോട് തടഞ്ഞു നിർത്താനോ ഇവിടെ വ്യവസായ കാര്യങ്ങൾ നടപ്പാക്കാനോ കഴിയുന്നില്ല. ഇപ്പോൾ പക്ഷേ അടുത്തെങ്ങാനും ഒരു CPM അധികാരത്തിൽ വരുമെന്ന് അങ്ങേക്കൊരു തോന്നലുണ്ടോ? ഇത് യാഥാർത്ഥ്യബോധത്തോടെ പറയേണ്ടതിൻ്റെ ഒരു മറുപടി ആവശ്യമുള്ളത്. സാധാരണ 2 പാർട്ടികളാണ് എപ്പോഴും ഒരു ജനാധിപത്യത്തിൽ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പാർട്ടി ബഹുദൂരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എത്ര ശതമാനം വോട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ഒരു അധികാരത്തിലെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണോ ഇനി ബംഗാളിൽ? എങ്ങനെയാണ്? ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പരാമർശിച്ച കാര്യം, ഇടതുപക്ഷ മുന്നണി ഭരണം ഇവിടെ നിലനിന്നിരുന്ന കാലത്ത് ഇവിടെ നിന്ന് തൊഴിൽ തേടി കേരളത്തിലേക്കോ മറ്റിടത്തേക്കോ ഒന്നും ആരും പോയിരുന്നില്ല. ഞാൻ ഈ പരാമർശിച്ച പണ്ഡിതോചിതമായ പഠനത്തിനകത്ത് പറയുന്നുണ്ട്, ഗ്രാമീണ ബംഗാൾ, അതായത് പശ്ചിമ ബംഗാൾ, ഈ കാർഷിക മേഖലയിലുണ്ടായ ഉൽപ്പാദന വർധനവ്, അത് ധാന്യങ്ങളുടെ ഉൽപ്പാദനം, പച്ചക്കറികളുടെ ഉൽപ്പാദനം, പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം, ഇതിലെല്ലാം കണക്കുകളുണ്ട്. അതിലെല്ലാം ഇവിടെ ബംഗാൾ മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായി ഗ്രാമങ്ങളിൽ മിച്ചമുണ്ടായി, കാർഷിക മിച്ചമുണ്ടായി. അതെല്ലാം ഗ്രാമീണ ജീവിതത്തിനൊരു സുരക്ഷിതത്വം നൽകി, സുഭിക്ഷ്യത നൽകി. നഗരങ്ങളിൽ ഇത് അതേപടി പ്രതിഫലിച്ചിരുന്നില്ല. അതിന് കാരണം വ്യാവസായിക രംഗത്തുണ്ടായ ബംഗാളിൻ്റെ മുരടിപ്പാണ്. അത് ഇടതുപക്ഷ മുന്നണി ഭരണകാലത്ത് കേന്ദ്രത്തിൻ്റെ കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു ഡൽഹിയിൽ, അവരുടെ ഏറ്റവും ഹീനമായ അവഗണന വ്യാവസായിക നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ പശ്ചിമ ബംഗാളിനുണ്ടായി. അതിൽ ഇന്നലെ സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരു ബക്രേശ്വർ പ്രൊജക്റ്റ്, ആ ബക്രേശ്വർ പ്രൊജക്റ്റിൽ പങ്കാളിയാകാൻ യൂണിയൻ ഗവൺമെൻറ് തയ്യാറായില്ല. സംസ്ഥാന ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും കൂടെ സംയുക്ത നിക്ഷേപം നടത്തി പൊതുമേഖലയിൽ ഉള്ള ഒരു താപവൈദ്യുത നിലയമായിരുന്നു ബക്രേശ്വർ പ്രൊജക്റ്റ്. ഒടുവിൽ ഇവിടുത്തെ DYFIയുടെ സഖാക്കൾ അവർ രക്തദാനം ചെയ്ത് പണം സമാഹരിച്ചാണ് ബക്രേശ്വർ പ്രൊജക്റ്റ് സ്ഥാപിച്ചത്. അപ്പോൾ ആ വ്യാവസായിക രംഗത്തെ മുരടിപ്പ് ബംഗാളിൽ ഇടതു മുന്നണി ഭരണകാലത്ത് തന്നെ പ്രശ്നമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഈ മമതാ ബാനർജി ഭരണം വന്നതോടുകൂടി ബംഗാളിൻ്റെ സർവ്വതോമുഖമായ തകർച്ചയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ തകർച്ചയുടെ 15 വർഷങ്ങൾക്കിടയിലാണ് ഇവിടെ നിന്ന് ആളുകൾ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമായും കേരളത്തിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും, അത് ബംഗാളിൽ നിന്ന് മാത്രമല്ല, നാനാഭാഗത്തു നിന്നും, ബീഹാറിൽ നിന്ന് വരുന്നുണ്ട്, UP നിന്ന് വരുന്നുണ്ട്. മലയാളികൾക്ക് അവരെല്ലാം ബംഗാളികളാണ്. മലയാളി അല്ലാത്ത ഒരാൾ വന്നാൽ ഇത് ബംഗാളിൽ നിന്ന് വന്നതാണ് എന്നിട്ട് ഉടനെ പറയും ഇത് അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, മറ്റേത്. അതൊക്കെ കെട്ടുകഥകളാണ്. ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയുടെ പൊറോട്ട അടിക്കുകയാണ് നിരത്തിലുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരടക്കം. അതെ, അപ്പോൾ അത് അങ്ങനെയുള്ള നുണയെ അവതരിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ട്. പക്ഷെ അത് നമുക്ക് മാറ്റിവെക്കാം. അതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതല്ല. ഇപ്പം ജില്ലാ സെക്രട്ടറിമാർ ആരും തൊഴിൽ തേടി കേരളത്തിലേക്ക് പോയില്ലെന്ന് ഉറപ്പാക്കാൻ പറ്റുമോ? അല്ല, അതൊരു ചർച്ചാ വിഷയമാക്കേണ്ടതേ അല്ല. ജില്ലാ സെക്രട്ടറിമാരും തൊഴിൽ തേടി മുൻ ജില്ലാ സെക്രട്ടറിമാർ കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതെല്ലാം ഇനിയിപ്പോൾ എന്ത് പറയും? പോളിറ്റ് ബ്യൂറോ മെമ്പർ, ബംഗാളിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ വന്നു എന്ന് വേണമെങ്കിൽ ഇവർ പറയും. കാര്യം നുണ പറയുന്നതിൽ ഗീബൽസിനെ തോൽപ്പിച്ച് ഗീബൽസിൻ്റെ ഗുരുസ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, എല്ലാ തലങ്ങളിലും ഉള്ളവർ. എന്നിട്ട് അവരിതേപോലുള്ള നുണ എനിക്ക് അവർ സഹതാപം തോന്നുന്നത്, ഇത്തരം നുണകൾ മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടും കൂടി ഇവർ പറയിക്കുന്നു എന്നുള്ളതാണ്. പോട്ടെ, അത് നമുക്കവിടെ മാറ്റിവെക്കാം. ഇപ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഈ 15 വർഷക്കാലം കൊണ്ട് ബംഗാളിലെ ജനങ്ങൾ വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ഒരു ജൻസിയുണ്ട് ഇവിടെയും. കാര്യം ഈ ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അനുഭവങ്ങളൊന്നും ഓർക്കില്ല. കാര്യം 15 വർഷമായിട്ടിപ്പം മമതയുടെ ഭരണമാണുള്ളത്. അപ്പം പലതരത്തിൽ ഇതിനോട് പ്രതികരിക്കാം. എന്നാൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചുരുക്കി പറഞ്ഞു, 3 വയസ്സുള്ള 5 വയസ്സുള്ളവരൊക്കെ ഇപ്പോൾ വോട്ടവകാശമുള്ളത്. അതെ, അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് 2 കൂട്ടരാണ് ഭരണത്തിൽ തുടരാനും ബദലാകാനും. മമത ഭരണത്തിൽ തുടരാൻ, BJP ബദലാകാനും വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇവരുടെ റെക്കോർഡ് എന്താണെന്നുള്ളത് ഞങ്ങൾ ചോദിക്കുകയാണ്. ഒന്ന്, കറപ്ഷൻ. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള CNAG റിപ്പോർട്ടിൽ 54,282 കോടി രൂപ തീവട്ടിക്കൊള്ള നടത്തി. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് പറഞ്ഞുകൂടാ. ഇവർക്ക് വൻകുട അംബാനിമാരും കൊടുക്കുന്ന പണത്തിന് പുറമേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൂടി വെട്ടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് മോഡി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ, മമതാ ഗവൺമെൻറ്റും അഴിമതിയുടെ കാര്യത്തിൽ 21 കോടി രൂപയാണ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി. നോട്ടുകെട്ടുകൾ കണ്ടെടുക്കുകയാണ് മന്ത്രിയുടെ
മമതാ ബാനർജിയുടെ മന്ത്രിയുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും. അപ്പം അഴിമതിയിൽ ഒരേ തൂവൽ പക്ഷികളാണ് നരേന്ദ്രമോദിയുടെ യൂണിയൻ ഗവൺമെൻറ്റും മമതയുടെ സംസ്ഥാന ഗവൺമെൻറ്റും. 8,000 സ്കൂളുകളാണ് പശ്ചിമ ബംഗാൾ മാത്രം അടച്ചുപൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് BJP മമതയ്ക്ക് ബദലല്ല, മമത BJPക്കും ബദലല്ല. യഥാർത്ഥത്തിൽ മമതയെ സൃഷ്ടിച്ചത് BJP ആണ്. വാജ്പേയി ഗവൺമെൻറ്റിലെ റെയിൽവേ ചെകുത്താനും കടലിനും ഇടയിലാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള കഠിനമായ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ബംഗാളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് രക്ഷ ഇടതുപക്ഷ ബദലാണ്. അഴിമതിയില്ലാത്ത ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ സമീപനം. ബംഗാളിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതിയ ചരിത്രമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വർഗീയമായി ബംഗാളിനെ വിഭജിച്ചു. മുസ്ലിം കിഴക്കൻ ബംഗാളും പശ്ചിമ ബംഗാളും എന്നുള്ള തരത്തിൽ. അത് 1905 മറ്റോ ആണ് ബംഗാൾ വിഭജനം. നമ്മൾ ചരിത്ര പുസ്തകത്തിൽ പഠിക്കുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചപ്പോഴും കിഴക്കൻ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായി മാറി. ഇപ്പോൾ അത് ബംഗ്ലാദേശായി. അപ്പം വർഗീയ വിഭജനത്തിൻ്റെ 2 മഹാവ്രണങ്ങൾ ബംഗാളികളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ BJPയും മമതാ ബാനർജിയും ശ്രമിക്കുന്നത് ഈ വർഗീയതയെ പലതരത്തിൽ ഉദ്ദീപിപ്പിച്ച് വർഗീയതയെ വോട്ടാക്കി മാറ്റാനാണ്. അവിടെ മതനിരപേക്ഷമായ നിലപാടുമായി നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടും ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിതം മെച്ചപ്പെടുത്താൻ സമാധാനത്തോടുകൂടി പഠിച്ച് തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു പുതിയ ബംഗാൾ വേണം. അതിനൊരു പുനരുജ്ജീവനം വേണം ഇടതുപക്ഷ പുരോഗമന ശക്തികളുടെ. ആ വഴിയിലേക്കാണ് ബംഗാൾ ഇപ്പോൾ നീക്കുന്നത്. ഏതെങ്കിലും സമയത്ത് BJPയെ തടുത്തു നിർത്താനായി തൃണമൂലുമായിട്ട് ഒരു സഖ്യം, ഒരുമിച്ചൊരു മുന്നണി എന്ന രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിക്കാൻ തൃണമൂലിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി വെച്ച് എങ്ങനെ കഴിയും? ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ചു കഴിഞ്ഞ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ച് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി പോയപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ മമത ചെയ്തിട്ട് മറുഭാഗത്ത് ക്ഷേത്ര നിർമ്മാണവും നടത്തുകയാണ് മമതാ ബാനർജി. ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു. വേറെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ പള്ളി നിർമ്മിക്കലും ഗുരുദ്വാര നിർമ്മിക്കലും ബുദ്ധവിഹാരം നിർമ്മിക്കലും ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കലും ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കലും അല്ല ഭരണാധികാരിയുടെ ജോലി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ആശുപത്രികൾ ഉണ്ടാക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, മതസൗഹാർദ്ദം കാസൂക്ഷിക്കുക. ഇതാണ്. അപ്പോൾ വർഗീയതയെ 2 രൂപത്തിൽ ആശ്രയിക്കുന്ന അത്യന്തം വിധ്വംസകമായ രാഷ്ട്രീയമാണ് BJP പിന്തുടരുന്നത്, മമതാ ബാനർജി പിന്തുടരുന്നത്. അതിനെതിരായ ഇടതുപക്ഷ ബദൽ മാത്രമാണ് ബംഗാളിൻ്റെ ഭാവിക്കും മോചനത്തിനും നല്ലത് എന്ന വലിയ തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ആവിഷ്കരിക്കപ്പെടും, അടയാളപ്പെടുത്തപ്പെടും എന്നാണ്. ഏകദേശം എത്ര സീറ്റാണെന്ന് പ്രവചിക്കാൻ പറ്റുമോ CPM നേടാൻ കഴിയുന്നത്? അത് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഞാനിപ്പോൾ പലയിടത്തും പോകുമ്പോഴത്തേക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആവേശം വിവരണാതീതമാണ്. അപ്പം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും മലയാളികളും അല്ലാത്തവരുമൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ മുന്നേറ്റത്തിൻ്റെ സ്വഭാവം. വലിയൊരു മുന്നേറ്റം ഉണ്ടാവും. ആ മുന്നേറ്റം സീറ്റുകളിൽ എത്ര വൻതോതിൽ പ്രതിഫലിക്കുമോ ചെറിയ തോതിലേ പ്രതിഫലിക്കുകയുള്ളൂ. ഇതെല്ലാം മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ CPM നിർണായക സ്വാധീനമുണ്ടായിരുന്നൊരു സമയമായിരുന്നു 1ാം UPA സർക്കാർ. ആ സമയത്ത് ഈ ബംഗാളിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെയ്യാനോ CPM ശ്രമിച്ചിരുന്നോ? അത് ചെയ്തില്ലെങ്കിൽ അത് തെറ്റായി പോയോ? എങ്ങനെയാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ വരുന്നത്? അല്ല, ഇതിനകത്തുള്ള ഈ ചോദ്യം വന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയം ഒരു കുഡ് പ്രോക്കോ അല്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കിതാ ഇത് ചെയ്യുന്നു, അതിന് പകരം നിങ്ങൾ ഞങ്ങൾക്കിത് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ 1ാം UPA ഗവൺമെൻറ്റിൽ 2004 ഇടതുപക്ഷത്തിന് 60 അംഗങ്ങളുണ്ടായിരുന്നു. CPMനും CPIക്കും 4 ബ്ലോക്കിനും RSPക്കും എല്ലാം കൂടി. അതിൻ്റെ പകുതിയിൽ താഴെ ലോക്സഭയിൽ പ്രാതിനിധ്യമുണ്ടായിരുന്ന പാർട്ടികൾ പ്ലം പോർട്ട്ഫോളിയോസ്, വളരെ പ്രധാനപ്പെട്ട പണവുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട പോർട്ട്ഫോളിയോസ് എടുത്തു. CPMനെ വളരെ വലിയ തോതിൽ നിർബന്ധിച്ചതാണ്. CPMൻ്റെ രാഷ്ട്രീയം അതിപ്പം ഇപ്പോഴത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ വിചിത്രമാണെന്ന് തോന്നാം, ഭ്രാന്തമാണെന്ന് തോന്നാം. പക്ഷേ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഒന്നിന് പ്രതിഫലമായി അല്ലെങ്കിൽ അതിന് തത്തുല്യമായി തിരിച്ചിങ്ങോട്ട് നിങ്ങൾ എന്നത് ചെയ്യണമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയോ CPIMൻ്റെയോ ഒരു കാലഘട്ടത്തിലെയും നിലപാടല്ല. ഞങ്ങൾ ബംഗാളിന് അവകാശപ്പെട്ടത് തരണം, കേരളത്തിന് അവകാശപ്പെട്ടത് തരണം എന്നുള്ളതല്ലാതെ ഞങ്ങൾ സഹായിച്ചതിന്
ഒരു പ്രതിഫലമായോ പ്രതികരണമായോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. അങ്ങനെ ഒരു രാഷ്ട്രീയം CPM ഒരിക്കലും കൈകാര്യം ചെയ്തിട്ടില്ല. അത് ജനങ്ങളെ വേണ്ട പോലെ അറിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഇപ്പോൾ പ്രധാനമന്ത്രി പദം വെച്ച് നീട്ടിയതാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പൊസിഷൻ. ചോദിക്കാൻ വരികയായിരുന്നു, ഈ പ്രധാനമന്ത്രി പദം ജ്യോതി ബസുവിന് വേണ്ട എന്ന് വെച്ചത് തെറ്റായിപ്പോയെന്ന് അങ്ങ് ഈ പതിറ്റാണ്ടുകളായി സഞ്ചരിക്കുന്നതാണ് ബംഗാളിൽ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ ആരെങ്കിലും ആ തരത്തിലുള്ള ചിന്ത പങ്കുവയ്ക്കാറുണ്ടോ? അത് ഒരു ബംഗാളി പ്രൈഡ് എന്ന രീതിയിലായാലും ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രി ആക്കേണ്ടിയിരുന്നു എന്ന്. അത് ഒരു ജനകീയ വിപ്ലവ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻറ്റിലും പുറത്തും ആവശ്യമായ തോതിലുള്ള പിന്തുണയും ശക്തിയും ഉണ്ടാകാതിരിക്കാത്ത ഒരു സമയത്ത് ആ സാഹചര്യത്തിൻ്റെ പ്രതിസന്ധി നിമിത്തമാണ് ആ പ്രധാനമന്ത്രി പദം CPIM അന്ന് ജ്യോതി ബാസുവിന് ഓഫർ ചെയ്തത്. അല്ലാതെ ജ്യോതി ബാസുവും CPM-ഉമാണ് ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും യോഗ്യർ എന്ന് ബാക്കിയുള്ള പാർട്ടികൾക്കെല്ലാം കൂടെ തോന്നിയത് കൊണ്ടല്ല. അവർക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നോക്കുമ്പോൾ പരിണിതപ്രജ്ഞനായ സംശുദ്ധമായ രാഷ്ട്രീയത്തിനുടമയായ വലിയൊരു രാഷ്ട്രീയ പിതൃസ്വരൂപം പോലെ ജ്യോതി ബാസു നിൽക്കുമ്പോഴാണ് ജ്യോതി ബാസുവിനെ സമീപിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പല ഘടകങ്ങളും പരിശോധിച്ചിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പാർലമെൻറ്റിൽ അംഗസംഖ്യ അന്ന് പരിമിതമാണ്. രാജ്യത്തെ സ്വാധീനത്തിന് ആ പരിമിതികൾ കൃത്യമായിട്ട് അറിയുന്നൊരു പാർട്ടി ആയതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വേറൊരാളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് മുട്ടുശാന്തിക്കാണ് ഞങ്ങളെ സമീപിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്താൽ ഞങ്ങളുടെ നയമൊക്കെ നടപ്പാക്കാൻ നിങ്ങൾ സഹായിക്കുമോ? അപ്പോൾ സഹായിക്കത്തുമില്ല. അപ്പോൾ അങ്ങനൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി എന്നൊരു തീരുമാനമെടുത്തത്. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഈ കാലത്തിനിടയ്ക്ക് അന്ന് ആ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിട്ട് അത് ജനങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ രാമചന്ദ്ര ഗുഹയെപ്പോലുള്ള ചരിത്രകാരൻ മറ്റ് പലരും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ മരിച്ചുപോയ പ്രൊഫസർ KN പണിക്കരെ പോലുള്ള ഒരാൾ, അദ്ദേഹം വളരെ അടുത്ത ഒരു മാർക്സിസ്റ്റ് ബുദ്ധിജീവിയാണ്. അങ്ങനെ പലരും, അതെല്ലാം അക്കാഡമിക്കായിട്ടും പ്രായോഗികമായിട്ടുമുള്ള അവരുടെ വിലയിരുത്തലുകളാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ ബംഗാളികൾ ചോദിക്കുന്നുണ്ടോ? ഇല്ല, ബംഗാളികൾ എന്നുള്ള തരത്തിൽ മാത്രമില്ല. രാജ്യത്തിൻ്റെ നാനാഭാഗം, ഞാനീ പറഞ്ഞത് ബംഗാളികളല്ല, പണിക്കർ സാർ ബംഗാളിയല്ല, രാമേന്ദ്ര ഗുഹ ബംഗാളിയല്ല. ഇല്ല, അങ്ങനെ അല്ല. അത് അവർ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയാറുണ്ട്. ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാതിരുന്നത് പാർട്ടിയുടെ ഒരു കുറ്റമാണെന്നുള്ള തരത്തിൽ ബംഗാളി എന്നുള്ള ഒരാളും എന്നോട് സംസാരിച്ചിട്ടില്ല. അക്കാഡമിക്കായിട്ട് ഈ പ്രശ്നം പലരും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു 10-25 വർഷം കഴിഞ്ഞ് നമുക്ക് ചരിത്രത്തിൽ നിന്നും ഈ സംഭവം വേണ്ടത്ര അകന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് വിശകലനം ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമല്ല. ബംഗാൾ വിഷയത്തിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ബംഗാൾ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ ഈ പഹലെ ദീദി, അതിനുശേഷം മോദി മുഖ്യശത്രു എന്ന രീതിയിലാണ് പലവും താഴെത്തട്ടിൽ CPM വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്? മോദി ആണോ മുഖ്യശത്രു, അതോ BJP ആണോ മുഖ്യശത്രു? ഇമ്മീഡിയറ്റ് ശത്രു എന്ന രീതിയിൽ ബംഗാളിൽ പറയാനായിട്ട് ഇന്ത്യയിൽ മുഖ്യശത്രു ഫാസിസ്റ്റ് RSSൻ്റെ നിയന്ത്രണത്തിലുള്ള BJP-യും അവരുടെ കൂട്ടാളികളുമാണ്. ബംഗാളിൽ വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുപോലെ ശത്രുക്കളാണ്. അത് അഖിലേന്ത്യാ തലത്തിൽ കൂടി ശത്രുവാണ് BJP, RSS, ഫാസിസ്റ്റ് ശക്തികൾ എന്നുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ വിശദീകരിക്കുമ്പോൾ, ഇന്നലെ ഞാൻ ന്യൂ ടൗണിൽ സംസാരിച്ചു. 24 പർഗാന ജില്ലയിലെയാണ്. അവിടുത്തെ പ്രസംഗത്തിൻ്റെ അകത്ത് ഒരു മുഖ്യഭാഗം ഞാൻ മോഡി ഗവൺമെൻറ്റിനെ, ഫാസിസ്റ്റ് RSSൻ്റെ കാഴ്ചപ്പാടാണ്. അവരുടെ ഈ വോട്ടവകാശം റദ്ദാക്കുന്ന പരിപാടിയാണല്ലോ SIR, CA, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, മതത്തെ പൗരത്വ നിർണയത്തിന് കൊണ്ടുവന്നു. ഇതെല്ലാം ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ ന്യൂറംബർഗ് ലോ പോലെയുള്ള പൂർവ്വ മാതൃകകളുണ്ട്. ഹിറ്റ്ലറുടെ മാതൃക ഉപയോഗിച്ച് അതിനെ കോപ്പിയടിച്ചിട്ടാണ് ഇങ്ങനെ പലരെയും ഈ വോട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ, പൗരത്വത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ RSSും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചായിരുന്നു എൻ്റെ മുഖ്യമായ വിമർശനം. അതിനുശേഷം മമതാ ബാനർജിയുടെ അഴിമതിയെക്കുറിച്ച്, മമതാ ബാനർജിയെ തന്നെ സൃഷ്ടിച്ചതാരാ? കോൺഗ്രസ് നേതാവായിരുന്നല്ലോ മമതാ ബാനർജി. കോൺഗ്രസ് ആണല്ലോ BJP-യുടെ സഖ്യശക്തിയായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് വരുന്നത്. വാജ്പേയി ഗവൺമെൻറ്റിലെ റെയിൽവേ മന്ത്രിയായിരുന്നു മമതാ ബാനർജി. മമതാ ബാനർജിക്ക് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യമുള്ള പദവി കൊടുത്തത് BJP-യാണ്. അപ്പോൾ മമതയെ വളർത്താൻ BJP സംഭാവന ചെയ്തു, BJP-യെ വളർത്താൻ മമതയും സംഭാവന ചെയ്തു. അപ്പോൾ അവരുടെ ഈ കുറ്റങ്ങളെല്ലാം ബംഗാളിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങളോട് വിശദീകരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ വലിയ വിപത്ത് ആരാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ, ദേശീയമായി കൂടുതൽ വലിയ വിപത്ത് ഫാസിസ്റ്റ് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP-യാണ്.
പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മമതയുടെ ആപത്ത് വളരെ വലിയ വെല്ലുവിളിയാണ്. ആ മമതയുടെ ആപത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ബംഗാളിൽ ചവിട്ട് നിൽക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതിനെയും തിരസ്കരിക്കണം, ഇടതുപക്ഷ ബദലിന് വേണ്ടി പോകണം. ഇതാണ് ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ഉള്ളടക്കം. ഈ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു പാർട്ടിയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഏപ്രിൽ 9 കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 12 സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് വിലയിരുത്തിയ വിവരം ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല, കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തമിഴ്നാട്ടിലായിരുന്നു. അപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലകളിൽ നിന്ന് കിട്ടിയ സൂക്ഷ്മമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ചയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാകാൻ പോവുകയാണ്. അത്തരം വിധിയെഴുത്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടറിയുടെ ചർച്ചയിലൂടെ വ്യക്തമായിട്ടുണ്ട്. എല്ലായിടത്തും വലിയ കൂറ്റൻ ഫ്ലക്സുകളും ബാനറുകളും ഉയർന്നത് പിണറായി വിജയൻ്റെ ചിത്രം പതിച്ചായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള ഒരു അരവാൾ ചുറ്റിക പോലും ഇല്ല എന്നുള്ളതാണ് വ്യാപകമായിട്ടുള്ള വിമർശനം, പ്രതിപക്ഷത്തിൻ്റെ അടക്കം വരുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പിണറായിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള, അത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ലല്ലോ, എന്താണ്? ഇപ്പം ഈ ചോദ്യത്തിൽ തന്നെ നാട്ടിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിക്കുന്നവരുടെ വാദത്തിൻ്റെ ഒരു ഭാഗം വന്നത് എത്ര വലിയ അബദ്ധമാണെന്നുള്ള വ്യക്തമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമില്ല. ഇത് LDFൻ്റെ പ്രചരണ ബോർഡുകളാണ്. അതിനകത്ത് എങ്ങനെയാണ് എൽ ഡി എഫിലെ ഒരു ഘടക പാർട്ടി നേതൃത്വ പാർട്ടിയാണെന്ന് പറയാം, അരിവാൾ ചുറ്റിക മാത്രം വരിക? അപ്പം ഈ ആഖ്യാനങ്ങൾ, ഞങ്ങളെ വിമർശിക്കാൻ വേണ്ടി നടത്തുന്ന ആഖ്യാനങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് പിഴവുകൾ കണ്ടെത്താൻ പറ്റും. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സ്വഭാവത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കാലത്ത്, കുട്ടികളായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ CPIMൻ്റെ സ്ഥാനാർത്ഥികളെ പോസ്റ്റടിക്കാൻ, ചിത്രമുള്ള പോസ്റ്റടിക്കാറില്ല. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സുരേഷ് കുറുപ്പിന് വേണ്ടിയാണ് ചിത്രം വെച്ചിട്ടുള്ള, അതും പാർട്ടി ചർച്ച ചെയ്തു. അന്ന് വിദ്യാർത്ഥി രംഗമൊക്കെ ശ്രദ്ധിച്ചിരുന്നത് NS ആണ്, N ശ്രീധരനാണ്. അപ്പോൾ ഞാനും കൂടെ ഒക്കെയാണ് പോയിട്ട്. വിമർശനമായിട്ടുണ്ടോ ഇങ്ങനെ ചിത്രം വെക്കുന്നത്? അല്ല, അന്നത് വേണോ എന്നുള്ളത് ചർച്ച ചെയ്തു. പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് സുരേഷ് കുറുപ്പിൻ്റെ ചിത്രം വെച്ചത്. അപ്പോൾ അത് ആകർഷകമായി, ഈ ആളിനെ കാണാൻ കഴിയുന്നു, ആളിൻ്റെ മുഖം കാണാൻ കഴിയുന്നു. അപ്പോൾ പാർട്ടിയുടെ പ്രചരണ ക്യാമ്പയിൻ പല പല ഘട്ടങ്ങളായിട്ടാണ് വികസിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ഘട്ടമായപ്പോൾ VSൻ്റെ ചിത്രം എല്ലായിടത്തും വരുന്നു. ഓരോ സ്ഥാനാർത്ഥിയും VSൻ്റെ ചിത്രവും കൂടെ ചേർത്തടിക്കുന്നു. അതെവിടെയെങ്കിലും തീരുമാനിച്ചിട്ടാണോ? ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ രൂപപ്പെട്ടു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചില പ്രതീക രൂപങ്ങൾ, പ്രതീക ചിത്രങ്ങൾ ഉയർന്നു വരിക എന്നുള്ളൊരു പ്രതിഭാസം നമ്മൾ പൊതുവിൽ കാണുന്നു. അപ്പോൾ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുയോജ്യമായ വിധത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് പാർട്ടി പ്രവർത്തനത്തിന് വന്ന ആളാണ് സാഹിബ് പിണറായി വിജയൻ. അപ്പോൾ ഈ പാർലമെൻ്ററി സ്ഥാനത്തോടെ നിങ്ങൾ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ പിണറായിയെ കാണാനേ കഴിയില്ല. എന്നിട്ട് 1.5 പതിറ്റാണ്ടിലധികം കാലം പാർട്ടി സെക്രട്ടറി ചുമതല മാത്രം വഹിച്ചുകൊണ്ട് നിന്നു. പാർട്ടി തീരുമാനിച്ചാൽ തുറന്നു അത് തന്നെ ചെയ്യും. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ഞങ്ങളുടെ പാർട്ടിയിൽ ആര് തെരഞ്ഞെടുപ്പ് രംഗത്ത് വരണം, ആര് പാർട്ടി പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കണം, പാർട്ടി പ്രവർത്തനത്തിൽ എവിടെ കേന്ദ്രീകരിക്കണം. ഇപ്പം ജില്ലകൾ വിട്ടുപോയിട്ട് പാർട്ടി പ്രവർത്തനം നടത്താറില്ല. എത്രയോ പേരുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന് പാർട്ടി കെട്ടിപ്പിടിക്കാൻ അവിടെ പോയവരാണ്. കേരളത്തിൽ തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിട്ട് ഞാൻ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടി തീരുമാനം അനുസരിച്ച്. പിന്നെ ഇടുക്കി സെക്രട്ടറി ആയിട്ട് KK ചെല്ലപ്പൻ, ആലപ്പുഴക്കാരനായിട്ടുള്ള KK ചെല്ലപ്പൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ട് പോയിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. EP ജയരാജൻ തൃശ്ശൂർ. അപ്പോൾ ഇങ്ങനെ പാർട്ടി ഓരോ ചുമതലകളിലേക്ക് നിയോഗിക്കും. അങ്ങനെ നിയോഗിക്കപ്പെടുന്ന ചുമതലകളിൽ ഒന്ന് മാത്രമാണ് രാജ്യസഭയിൽ പോവുക, പാർലമെൻറ്റിൽ മത്സരിക്കുക, അസംബ്ലിയിൽ മത്സരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 2 തവണ മത്സരിച്ചു, ഇനി മാറി നിൽക്കുക, പുതിയ ആളിൽ വരട്ടെ. കേരളത്തിൽ 5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുണ്ട്. എന്നാൽ ആ 5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുടെയും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും ഒരു സ്വാഭാവിക നേതൃത്വ രൂപമായി പിണറായി അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ, സമരങ്ങളിലൂടെ, MLA ആയിരിക്കുമ്പോൾ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത് പോലീസ് സ്റ്റേഷനിലിട്ട്. ആ രക്തം പുരണ്ട വസ്ത്രവുമായിട്ട് നിയമസഭയൊന്നും നടത്തിയ പ്രസംഗമില്ലേ പിണറായിയുടെ. അങ്ങനെ വലിയൊരു ചരിത്രമുള്ള ഒരാളാണ് പിണറായി. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രതിഫലിച്ചതിനകത്ത് വലിയ വിമർശനവും ചർച്ചയും നടത്തേണ്ട യാതൊരു കാര്യവുമില്ല.
UDF ഇതിനകം തന്നെ മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വാഭാവികമായും മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നു. അതിനിടയിലാണ് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ പേര് വരുന്നത്. ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നാണ്. ഇത്തരം ചർച്ചകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിനകത്ത് ആദ്യം ഇത് കേൾക്കുന്ന മാധ്യമപ്രവർത്തകർ ആലോചിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ എന്തായിരുന്നു അവകാശവാദം? ഞങ്ങൾ ടീം UDF ആണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അത് കേൾക്കുന്നവർക്ക് അന്ന് തന്നെ അറിയായിരുന്നു ഈ ഒറ്റക്കെട്ടെന്ന് പറയുന്ന ആ കെട്ടപ്പുഴ പൊട്ടുക എന്നുള്ളത്. ആ കെട്ട് പൊട്ടി. ഇതാദ്യമായിട്ടല്ല, എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കോലം കോൺഗ്രസ്സുകാർ കത്തിച്ച അനുഭവമുണ്ട്. ധനപാലൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാജമോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരുമായി ബന്ധപ്പെട്ട പരസ്യമായ തെരുവ് യുദ്ധത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു അടിപിടിയുടെ ഒരു പ്രസ്ഥാനമാണ്. അത് ഞങ്ങളുടെ ആന്തരിക ജനാധിപത്യമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അവർ ചർച്ച നടത്തി എന്തെങ്കിലും തീരുമാനത്തിലെത്തുന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ് അവർക്ക്. കാരണം അധികം ചർച്ച കൂടാതെ ആര് വേണം പ്രതിപക്ഷ നേതാവെന്ന് അവർക്ക് പെട്ടെന്ന് തീരുമാനിക്കാമല്ലോ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. അതിനപ്പുറം ഇതിന് യാതൊരു അർത്ഥവും ഞാൻ കൽപ്പിക്കുന്നില്ല. അല്ല, ഒരു ഹൈപ്പോത്തറ്റിക്കലുടെ ചോദ്യമാണ്. ഈ 3 നേതാക്കന്മാരോട് ഒരേപോലെ ബന്ധമുള്ള ആളാണ് MABB. ഈ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി കാണാൻ ആരായിരിക്കും ആഗ്രഹിക്കുന്നത്? അല്ല, UDF അധികാരത്തിൽ വന്നാൽ എന്ന അസംഭവ്യമായ കാര്യത്തെ മുൻനിർത്തി ഞാനെന്തിനാണ് ഒരു മറുപടി പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അത് അസംഭവ്യമാണ്. അതാണ്. അപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് 1 ഡസൻ മന്ത്രിമാരെങ്കിലും തോക്കുമെന്നാണ്. ഒരു മന്ത്രിയെങ്കിലും തോക്കും എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ ശ്രീ വി ഡി സതീശൻ സുരക്ഷിതനാണോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എന്നുള്ള ചോദ്യമുണ്ട്. ഏറ്റവും നല്ല ക്ലാസിക്കായിട്ടുള്ള അങ്ങനൊരു മറുപടി ഉള്ളപ്പോൾ ആ മറുപടിയുടെ ഒരു ശോഭ കെടുത്താൻ മറ്റൊരു മറുപടി നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബംഗാളിലെയും കേരളത്തിലെയും ദേശീയ വിഷയങ്ങളിലടക്കം ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടിയാണ് CPM ജനറൽ സെക്രട്ടറി MABB നൽകിയിരിക്കുന്നത്. ബംഗാളിൽ അദ്ദേഹത്തിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ്.